ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കരുത്. കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കേണ്ടി വന്നാൽ മുറിക്കുകയും ചെയ്യണം. സംസ്ഥാന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുകളോടാണ് ഈ അഭ്യർത്ഥന. നിങ്ങൾ ചട്ടങ്ങളുടെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം നിൽക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ചട്ടം ലംഘിക്കണമെന്നല്ല, ചട്ടങ്ങളിൽ ഇളവ് കൊടുക്കുക. ചട്ടങ്ങളിൽ ഇളവ് കൊടുക്കുന്നതിനാണ് വിവേചനാധികാരം എന്ന് പറയുന്നത്. അതെല്ലാ സംവിധാനങ്ങളിലുമുള്ളതാണ്. ചട്ടങ്ങളിൽ ഇളവ് കൊടുക്കുന്നത് വേറെ, ചട്ടങ്ങൾ ലംഘിക്കുന്നത് വേറെ. നിയമത്തിൽ ലംഘനം വേറെയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് കൊടുക്കുന്നത് മറ്റൊരു കാര്യമാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് ഇവിടെ ജനാധിപത്യത്തിൽ. ആരുടെ വോട്ട് നിഷേധിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ അവകാശമില്ല. മാത്രമല്ല, നിങ്ങൾ ഇലക്ഷന് തൊട്ട് മുമ്പ് വിവിധ പ്രചരണ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പോന്നോളിൻ, എല്ലാവരും വരിൻ, എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വേണ്ട ബഹളം ഉണ്ടാക്കും. എന്നാൽ നിങ്ങൾ ചില നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പിൻബലം പിടിച്ച് അതിൽ ബലം പിടിച്ച് നിന്നുകൊണ്ട് 20,000-നും 30,000-നും ഇടയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ വോട്ട് നിശ്ചയിക്കപ്പെട്ടത്. എത്ര തോന്നിയവാസമാണ്! ഹൈക്കോടതി പോലും നിങ്ങളെ ആദ്യ നിശബ്ദമായി വിമർശിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഹൈക്കോടതി റിപ്പോർട്ട് തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി രാപ്പകൽ ജോലിയെടുത്ത 20,000 മുതൽ 30,000 വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് നിഷേധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം. സർക്കാർ ഉദ്യോഗസ്ഥർക്കായിട്ട് പോസ്റ്റൽ നിയമിക്കുന്ന ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നവർക്ക് ഒന്നുകിൽ നേരത്തെ വോട്ട്, വളരെ നേരത്തെ വോട്ടിനുള്ള സംവിധാനം ചെയ്യണം, വളരെ നേരത്തെ ചെയ്യണം. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ 2 ദിവസം കൂടി സമയം കൊടുത്തുകൊണ്ട് അവർക്ക് വന്ന് വോട്ട് ചെയ്യാൻ, കളക്ടറേറ്റുകളിലെങ്കിലും വന്ന് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. വോട്ട് നിഷേധമല്ല വേണ്ടത്, വോട്ട് ചെയ്യിക്കലാണ് വേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കേണ്ട ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും ബാധ്യതയുണ്ടെന്ന് കോടതി പലവട്ടം ഓർമ്മിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഒന്നുകൂടി അത് പറഞ്ഞു. സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ സിസ്റ്റം തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞതുപോലെ ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കരുത്, കാലിന് വേണ്ടി ചെരുപ്പ് മുറിക്കണമെങ്കിൽ മുറിച്ചേ കഴിയൂ. പോസ്റ്റൽ വോട്ടിന് ആരെല്ലാം അപേക്ഷ നൽകി, ആരെല്ലാം വോട്ട് ചെയ്തുവെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി നടപടി എടുക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി രാത്രിയും പകലുമില്ലാതെ വളരെ അഹോരാത്രം പ്രവർത്തിച്ച കുറേ അധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റിസ് KV ജയകുമാർ ഇത് വാക്കാൽ ഇതിനകത്ത് ഒരു വലിയ പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജി തിരഞ്ഞെടുപ്പ് ജോലി ചെയ്തവർക്ക് പോസ്റ്റൽ വോട്ട് നിഷേധിച്ചെന്നാരോപിച്ച് NGO യൂണിയൻ അടക്കമുള്ള ആളുകളാണ് ഹർജി നൽകിയിരുന്നത്. ഹൈക്കോടതി തിരഞ്ഞെടുപ്പിന് നടപടികൾ തടസ്സപ്പെടുത്താതെ കോടതിക്ക് വിഷയത്തിൽ ഇടപെടാനാകുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു. വോട്ടെണ്ണലിന് 3 മണിക്കൂർ മുമ്പ് വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. വോട്ടെണ്ണുന്നതിന് 3 മണിക്കൂർ മുമ്പ് വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതെന്താ പ്രശ്നം? എല്ലാ കളക്ടറേറ്റുകളും ഇതിനായി ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ തുറക്കണമെന്നും വാദിച്ചെങ്കിലും കമ്മീഷൻ അത് എതിർത്തു. എന്തിനാണ് വാശി എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. എത്രയോ മനോഹരമായി. ഇനിയുണ്ട് ദിവസം, 4-ാം തീയതി ഉള്ളൂ. നാളെ വേണമെങ്കിലും ചെയ്യാം, മറ്റന്നാൾ വേണമെങ്കിലും ചെയ്യാം. സമയത്ത് അപേക്ഷിക്കാത്തവർക്കും അപേക്ഷയിൽ പിശക് പറ്റിയവർക്കുമാണ് പോസ്റ്റൽ വോട്ട് നൽകാത്തിരുന്നതെന്ന് കമ്മീഷൻ വിശദീകരിച്ചു. ഇനി സമയത്ത് അപേക്ഷിച്ചില്ല, അപേക്ഷയിലൊരു അബദ്ധം പറ്റി, തിരുത്താൻ അവസരം കൊടുക്കണ്ടേ? തിരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ 18A പ്രകാരം ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാനാവുക. വോട്ടെണ്ണൽ ദിനം വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാമെന്ന ചട്ടം 27 ഇപ്പോൾ ബാധകമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കുറ്റ്യാടി മണ്ഡലത്തിൽ 200 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷത്തെ വിജയമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. ഇത്തവണ 73 പോസ്റ്റൽ ബാലറ്റുകൾ നൽകിയെങ്കിലും അവ റിട്ടേണിംഗ് ഓഫീസർ മറ്റൊരു ജില്ലകളിലേക്കാണ് അയച്ചത്. ഇത് കരുതിക്കുട്ടിയായിരുന്നുവെന്നും ആരോപണമുണ്ട്. വഞ്ചനാപരമായ നടപടി ഉണ്ടായോ എന്ന് കോടതി ചോദിച്ചു. അതേ എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ട്രാപ്പ് ചെയ്യാൻ പറ്റിയത്. അത് ആരുടെ ബുദ്ധിയാണെന്നറിയില്ല. ആരുടെ ബുദ്ധിയാണെങ്കിലും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയെങ്കിൽ അതും ഒരു തോന്നിയവാസമാണ്. കാരണം നിങ്ങൾ സമയത്ത് അപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ പിന്നെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തു, അല്ലെങ്കിൽ അത് സമ്പൂർണ്ണമായിരുന്നില്ല രേഖ എന്നുള്ളതുമാണ് വിഷയമെങ്കിൽ നിങ്ങളും പ്രതിയാണ്. ഇനി അങ്ങനെയല്ല എങ്കിൽ, കാരണം നിങ്ങൾ
പിന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്തവരാണ്. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം, ഓഫീസിൽ നന്നായി ജോലി ചെയ്യാൻ അറിയാം. പക്ഷേ ഒരു ഫോം ഫില്ല് ചെയ്ത് സമയത്ത് കൊടുക്കാൻ നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ അതിലും ചില സംശയങ്ങളുണ്ട്. എന്തായാലും വളരെ കൃത്യമായി 20,000-നും 30,000-നും ഇടയ്ക്ക് പേർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. വലിയ ഒരു നഷ്ടമാണത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പത്രപരസ്യത്തിലൂടെയോ ഒരു വാർത്താ മാധ്യമങ്ങളുടെ അറിയിപ്പിലൂടെയോ, കാരണം മിക്കവാറും മലയാളികളെല്ലാം ന്യൂസ് കേൾക്കുന്നവരാണ്, വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകളിലൂടെയോ 4-ാം തീയതിക്ക് മുമ്പേ ഈ 20,000 മുതൽ 30,000 വരെ വരുന്ന 35,000 വരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അത് ആലോചിക്കണം. അതിന് ചട്ടവും ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തവരാണ്, അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് ഏത് തരത്തിലായാലും വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അവരെ ഡ്യൂട്ടിക്കിട്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഡ്യൂട്ടിക്കിടുമ്പോൾ ആരോഗ്യമുള്ള ഒരാൾ ഡ്യൂട്ടിക്ക് വരാതിരുന്നാൽ പോലീസ് കേസെടുക്കും, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, നടപടികളെടുക്കും. എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ വോട്ട് ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല, ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കത്തില്ല. കാരണം ഈ ഡ്യൂട്ടി, ഇപ്പോൾ സെൻസസിൻ്റെ കാര്യം പറഞ്ഞു, സെൻസസ് ഇത്തരത്തിലുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ചെയ്തില്ലെങ്കിൽ കർശനമായ നിയമമാണ് രാജ്യത്ത്. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ചെയ്യാൻ പോയപ്പോൾ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഗൗരവതരമായൊരു വിഷയമാണ്. കോടതി കൂടെ ഇടപെട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിടത്തുനിന്ന് നിർത്തുന്നു. ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കരുത്. കാലിന് വേണ്ടി നിയമത്തിൽ ആവശ്യമായ ഇളവുകളും പുതിയ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കണമെങ്കിൽ അവ ഉണ്ടാക്കുകയും ചെയ്യുന്നിടത്താണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതും ചില ഉദ്യോഗസ്ഥന്മാരുടെ നിയമത്തെയും ചട്ടങ്ങളെയും റൂളുകളെയും ഒക്കെ വളച്ചൊടിച്ച് കുത്തിത്തിരിച്ച് പരിപാടികൾ ചിന്തിച്ച് വരുമ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റാത്ത 10,000 ഉണ്ടാകും. അത് ജനാധിപത്യത്തിൻ്റെ കളങ്കമാണ്.